ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് കരുതിയ എന്റെ അമ്മ പോലും അവസാനം എന്റെ നിർബന്ധത്തിന് വഴങ്ങായിരുന്നു. അവര് നന്ദുവിന്റെ വീട്ടിൽ പോയി പെണ്ണ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റല്ല ആദർശേട്ടാ. അറിയാം, നന്ദുവിനെ ആലോചിച്ചത് നീ ആയതുകൊണ്ട് എല്ലാവർക്കും പ്രയാസം. അതൊരു പ്രയാസമാണോ? അല്ല, നീയും അനിയും രണ്ട് സൈഡ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോ ഞാനും നയനയും. സ്വന്തം അനിയന് വേണ്ടി സ്വാർത്ഥത കാട്ടുന്ന ഏട്ടൻ അവരത് ആദർശേട്ടൻ. അവൻ എന്നോട് സത്യം പറയാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും അവൻ അത് പറഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നന്ദുവിനെ കിട്ടുമോ എന്ന് ചോദിച്ചാ അതിനുവേണ്ടി ട്രൈ ചെയ്യായിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടാലോ? ഞാൻ നന്ദുവിനെ വേണ്ടാന്ന് വെച്ചാ ഉറപ്പായിട്ടും നന്ദുവിന്റെ അച്ഛനും അമ്മയും മറ്റൊരു പയ്യനെ അവൾക്ക് വേണ്ടി ആലോചിക്കും. എന്നാലും എനിക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല. അതിലും നല്ലത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ സ്വന്തമാക്കുന്നതല്ലേ. ഇക്കാര്യത്തില് ഞാൻ എന്താ നവീനെ പറയേണ്ടത്? ഇതൊരു കോടതിയൊന്നുമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ആദർശേട്ടാ ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത്. അവളുമായിട്ടുള്ള ആലോചനകളും ഇരു വീട്ടുകാരും നടത്തി. ഇനിയിപ്പോ ഗൾഫിൽ നിന്ന് വരുന്ന അച്ഛനെ നിരാശപ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തരണം. ആദർശേട്ടന്റെ മുത്തശ്ശൻ എന്റെ മുത്തച്ഛന് വാക്ക് കൊടുത്തു കഴിഞ്ഞു, കാരണവരായി നിന്ന് കല്യാണം നടത്തി തരാമെന്ന്. അല്ലെങ്കിലും നന്ദുവിന്റെ കല്യാണം ഞങ്ങൾ തന്നെയാ നടത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഐശ്വര്യമായിട്ട് അതങ്ങ് നടത്ത്. ഈ പറഞ്ഞതൊക്കെ അനിയോടും പറഞ്ഞേക്ക്. അതുപോലെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്നോട് സംസാരിക്കാൻ ആദർശേട്ടനോ നയനയോ വരരുത്. നവ്യ വന്ന് കല്യാണം മുടക്കാൻ നോക്കി. എന്നോട് അനിയും നന്ദുവും തമ്മിൽ വലിയ പ്രേമത്തിലാന്നൊക്കെ പറഞ്ഞു. അതവക്ക് നന്ദുവിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല. അതായിരുന്നു അവളുടെ ഉദ്ദേശം. ഒരിക്കലുമല്ല. നവ്യ അങ്ങനെ പറഞ്ഞത് നന്ദുവിനെ എനിക്ക് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാ. അതെങ്ങനെ ശരിയാവും? അവള് നിങ്ങൾക്കൊക്കെ എതിരായിട്ടല്ലേ നിൽക്കുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എല്ലാം വിചാരം. പക്ഷേ അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ അവള് നേരത്തെ അറിഞ്ഞതാ. അതിനുശേഷം അവനെയും അവന്റെ അച്ഛന്റെ കമ്പനിയും തകർക്കാൻ വേണ്ടിയിട്ടാ അവളിപ്പോ നടക്കുന്നത്. ഓ, അത് ശരി. ഇതിപ്പോ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അഭിക്കും അവന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒഴിച്ച്. നവീനായിട്ട് ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. അപ്പൊ നല്ല ചിന്തയോടെയാണ് നവ്യ എന്നെ കാണാൻ വന്നത്. എന്തായാലും എന്റെ നിലപാടിൽ ഇനി മാറ്റമില്ല. ഇക്കാര്യത്തില് ഞാൻ കുറച്ച് സ്വാർത്ഥന ആദർശേട്ടാ. അത് അന്യോടും പറഞ്ഞേക്ക്. അനിയും നന്ദവും കാണിച്ച പക്വതയില്ലായ്മയ്ക്ക് ഇങ്ങനൊരു മറുപടി തന്നെയാ കൊടുക്കേണ്ടത്. അതിലുപരി ഞാൻ മാറിയ നന്ദുവിന് മറ്റൊരു പയ്യനെ അവളുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് കണ്ടുപിടിക്കും. അത് നടക്കാൻ പാടില്ല. ഒന്നിക്കേണ്ടവർ തന്നെ ഒന്നിക്കണം. അനിക്ക് തന്നെ നന്ദുവിനെ കിട്ടണം. അതിന് ഞാൻ ഇങ്ങനൊരു ഡ്രാമ കളിക്കുന്നത് നല്ലതാ.